ഹലോ, സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള എക്സാം മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫിസിക്സ് എങ്ങനെയൊക്കെ പഠിച്ചാലും എക്സാമിൻ്റെ സമയത്ത് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആകെ കൂടെ ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾക്കൊക്കെ വരാറ്. അതിൻ്റെ അടുത്ത് പല കുട്ടികളും ഷെയർ ചെയ്യാറുണ്ട് അതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാം പദജോടി ബന്ധം അനുസരിച്ച് രണ്ടാമത്തെ പദജോടി പൂരിപ്പിക്കുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശബ്ദവേഗത = മീറ്റർ പെർ സെക്കൻഡ്. അതായത് ശബ്ദത്തിൻ്റെ വേഗതയുടെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ആവൃത്തിയുടെ യൂണിറ്റ് എന്താണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആവൃത്തിയുടെ യൂണിറ്റ് എന്താ വരുന്നത്? ഹെഡ്സ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗങ്ങൾ യാന്ത്രിക തരംഗങ്ങളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൃശ്യപ്രകാശം എങ്ങനെയുള്ളവയായിരിക്കും എന്ന്. ഇതിൻ്റെ ആൻസർ വരുന്നത് വൈദ്യുതകാന്തിക തരംഗങ്ങൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ശബ്ദതരംഗങ്ങൾ അയനധാരിക തരംഗങ്ങളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സീസ്മിക് തരംഗങ്ങൾ ഏതിൽ വരുന്നതായിരിക്കും? ഇതിൻ്റെ ആൻസർ വരുന്നത് അയനധാരിക തരംഗം. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത് 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദങ്ങളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൾട്രാസോണിക് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും? ഇതിൻ്റെ ആൻസർ വരുന്നത് 20,000 ഹെർട്സിൽ മുകളിലുള്ളവ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായത് എടുത്തെഴുതുക. ബ്രാക്കറ്റിൽ നമുക്ക് നോക്കാം. V = F ലാംഡ, F = V by ലാംഡ, F by V = 1 by ലാംഡ, F = V ലാംഡ. തരംഗത്തിൻ്റെ വേഗം കാണാനുള്ള സമവാക്യമാണ് V = F ലാംഡ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെ ശരിയാണ്. ഇനി നമുക്കതിൽ നിന്നും F കണ്ടുപിടിക്കാം. F = എന്ത് വരും? V by ലാംഡ. അതും ശരിയാണ് അല്ലേ. ഇനി F by V = 1 by ലാംഡ. ആ ഒരു റിലേഷനും ശരിയാണ്. ഇനി അടുത്തത് F = V ലാംഡ. ഇവിടെ തെറ്റായി വന്നിരിക്കുന്നത് ആ ഒരു റിലേഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സിമ്പിൾ പെൻഡുലം 2 സെക്കൻഡിൽ 2 ദോലനങ്ങൾ പൂർത്തിയാക്കിയെങ്കിൽ അതിൻ്റെ പീരീഡ് കണ്ടെത്തുക. ബ്രാക്കറ്റിൽ 2 സെക്കൻഡ്, 1 സെക്കൻഡ്, 1/2 സെക്കൻഡ്, 4 സെക്കൻഡ്. ഏത് ഒരു ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? അതായത് ഒരു സിമ്പിൾ പെൻഡുലം 2 സെക്കൻഡിൽ 2 ദോലനങ്ങളാണ് പൂർത്തിയാക്കുന്നത് അല്ലേ. അപ്പോൾ 1 സെക്കൻഡിൽ എത്ര ദോലനം പൂർത്തിയാക്കും? 1 ദോലനല്ലേ പൂർത്തിയാക്കുള്ളൂ. അപ്പോൾ അതായിരിക്കില്ല അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 1 സെക്കൻഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ശബ്ദം വായുവിലൂടെ കടന്നു പോയപ്പോൾ വായു തന്മാത്രകൾ സെക്കൻഡിൽ 288 തവണ കമ്പനം ചെയ്യുന്നു. ആ ശബ്ദത്തിൻ്റെ ആവൃത്തി എത്രയാണ്? ഇവിടെ ആൻസർ വരുന്നത് 288 ഹെർട്സ് ആയിരിക്കും. അതായത് ശബ്ദം വായുവിലൂടെ കടന്നു പോയപ്പോൾ വായുവിലുള്ള തന്മാത്രകൾ 288 തവണ കമ്പനം ചെയ്തുവെങ്കിൽ ആ ഒരു ശബ്ദത്തിൻ്റെ ആവൃത്തി എന്ന് പറയുന്നതും 288 ഹെർട്സ് തന്നെയായിരിക്കും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. A. ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗങ്ങൾ, B. സീസ്മിക് തരംഗങ്ങൾ, C. ശബ്ദ തരംഗങ്ങൾ, D. സ്ലിംഗിയിൽ രൂപം കൊള്ളുന്ന തരംഗങ്ങൾ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതായിരിക്കും? A ആണ് വരുന്നത്. ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗങ്ങൾ. ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗങ്ങൾ എന്ന് പറയുന്നത് അനുപ്രസ്ഥ തരംഗമാണ് അല്ലേ. ബാക്കിയുള്ളതെല്ലാം അനുധാരിക തരംഗങ്ങളാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. തരംഗചലനം എന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ബ്രാക്കറ്റിൽ തന്മാത്രകൾ, ദ്രവ്യം, ഊർജം, കണികകൾ. ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താ? ഊർജ്ജമാണ്. അതായത് തരംഗചലനം എന്ന് പറഞ്ഞാൽ ഊർജം ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് വ്യാപിക്കുമ്പോഴാണ് തരംഗം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഊർജ്ജമാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സന്ദർഭത്തിലാണ് F അനുപാതം 1 by ലാംഡ വരുന്നത്? ഓപ്ഷൻ തന്നിരിക്കുന്നത് തരംഗത്തിൻ്റെ വേഗത വർദ്ധിക്കുമ്പോൾ, B തന്നിട്ടുള്ളത് തരംഗം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്ത മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ, C തരംഗ വേഗത സ്ഥിരമായി നിൽക്കുമ്പോൾ, D തരംഗത്തിൻ്റെ ആയതി ഒരു പ്രത്യേക പരിധിക്ക് മുകളിൽ വരുമ്പോൾ. ഇതിൻ്റെ ആൻസർ വരുന്നത് C ആണ്. തരംഗ വേഗത സ്ഥിരമായി നിൽക്കുമ്പോഴാണ് F അനുപാതം 1 by ലാംഡ വരുന്നത് കേട്ടോ. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ശബ്ദം കേട്ട് കുറച്ച് സമയത്തിന് ശേഷം അതേ ശബ്ദം വീണ്ടും കേൾക്കുന്നത്. ബ്രാക്കറ്റിൽ പ്രതിധ്വനി, അനുരണനം, അനുനാദം, ശ്രവണ സ്ഥിരത. ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാ? പ്രതിധ്വനിയാണ് അല്ലേ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാൾട്ടൺ വിസിലിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം ഏത്? ഇൻഫ്രാസോണിക് ശബ്ദം, അൾട്രാസോണിക് ശബ്ദം, ഇൻഫ്രാറെഡ് രശ്മികൾ. ഗാൾട്ടൺ വിസിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദം 30,000 ഹെർട്സിന് മേലെയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അത് അൾട്രാസോണിക് ശബ്ദമാണെന്ന് പറയാം. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ട്യൂണിംഗ് ഫോർക്കിൽ 256 ഹെർട്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു.
ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബി ക്വസ്റ്റ്യൻ, ഈ ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ പീരീഡ് കണ്ടെത്തുക. എയുടെ ആൻസർ നോക്കാം. ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ സ്വാഭാവിക ആവൃത്തി 256 ഹെർട്സ് ആണ്. അത് ഉത്തേജിപ്പിക്കുമ്പോൾ ഒരു സെക്കൻഡിൽ 256 തവണ കമ്പനം ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പീരീഡ് കണ്ടുപിടിക്കാനാണ്. പീരീഡ് കാണുന്ന സമവാക്യം T=1/F ആണ്. F ആണ് 256 അല്ലേ. അപ്പോൾ 1/256 0.004 സെക്കൻഡ്. അതാണ് നമ്മുടെ പീരീഡായിട്ട് കിട്ടുന്നത് കേട്ടോ. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഹൃദയമിടിപ്പിൻ്റെ നേരിയ ശബ്ദം പോലും കേൾക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബി ക്വസ്റ്റ്യൻ, ഈ ഉപകരണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദ പ്രതിഭാസം ഏത്? അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് സ്റ്റെതസ്കോപ്പാണ്. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് അനുനാദമാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഹാളുകളിലെ വളഞ്ഞ സീലിങ്ങുകൾ ഒരു സ്രോതസ്സിൽ നിന്ന് ഹാളിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ശബ്ദം എത്തിക്കാൻ സഹായിക്കുന്നു. എ ക്വസ്റ്റ്യൻ, ഇതിനായി ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണത്തിൻ്റെ പേര് പറയുക. ബി ക്വസ്റ്റ്യൻ, ഈ ഉപകരണങ്ങളിൽ ഏത് ശബ്ദ പ്രതിഭാസമാണ് ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ ആൻസർ വരുന്നത് സൗണ്ട് ബോർഡുകൾ. ശബ്ദത്തിൻ്റെ പ്രതിപദനമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ചെറിയ മുറികളിൽ പ്രതിഫലിക്കുന്ന ശബ്ദങ്ങൾ വ്യക്തമായി കേൾക്കുന്നതിനു പകരം ശബ്ദത്തിൻ്റെ മുഴക്കമാണ് നമ്മൾ കേൾക്കുന്നത്. എ ക്വസ്റ്റ്യൻ, ശബ്ദത്തിൻ്റെ ഈ പ്രഭാവത്തെ എന്താണ് വിളിക്കുന്നത്? ബി ക്വസ്റ്റ്യൻ, നമ്മുടെ ചെവിയുടെ ഏത് പ്രത്യേകതയാണ് ഇതിന് കാരണം? വിശദീകരിക്കുക. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് അനുരണനമാണ്. അനുരണനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശബ്ദം ഉണ്ടായതിന് ശേഷം ആവർത്തന പ്രതിപദനത്തിൻ്റെ ഫലമായിട്ട് ആ ശബ്ദം വീണ്ടും മുഴങ്ങി കേൾക്കാം. അതിനെയാണ് പറയുന്നത് അനുരണനം എന്ന് പറയുന്നത്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചെവിയുടെ ശ്രവണ സ്ഥിരതയാണ് ഇതിന് കാരണം. അതായത് ഒരു ശബ്ദം നമ്മിലുണ്ടാക്കുന്ന ശ്രവണ അനുഭവം 1/10 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കുന്നു. ഈ പ്രത്യേകതയാണ് ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് അനുരണനം, പ്രതിധ്വനി ഇവയുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയെന്ന് കണ്ടെത്തി എഴുതുക. എ ക്വസ്റ്റ്യൻ എ നോക്കാം നമുക്ക്. പ്രതിഫലിക്കുന്ന ശബ്ദത്തെ യഥാർത്ഥ ശബ്ദത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയും. ഇത് വരുന്നത് പ്രതിധ്വനിയിലാണ്. ബി നോക്കാം. ശബ്ദത്തിൻ്റെ ഒന്നിലധികം പ്രതിഫലനം മൂലമുണ്ടാകുന്ന മുഴക്കം, അതേതാ? അനുരണനമാണ്. അടുത്തത്, പ്രതിഫലിക്കുന്ന ശബ്ദങ്ങളെ യഥാർത്ഥ ശബ്ദത്തിൽ നിന്നും വേർതിരിച്ചറിയാൻ കഴിയില്ല. ഇത് വരുന്നത് അനുരണനമാണ്. ഡി, പ്രതിഫലിക്കുന്ന പ്രതലങ്ങൾ വളരെ അകലെയാണ്. അത് വരുന്നത് പ്രതിധ്വനിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പക്ഷികൾക്കും ചില മൃഗങ്ങൾക്കും ഭൂകമ്പം ഉണ്ടാകുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നു. എങ്ങനെയാണ് ഇവയ്ക്ക് ഇത് കഴിയുന്നത്? ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് പുറപ്പെടുവിക്കുന്ന ഇൻഫ്രാസോണിക് ശബ്ദങ്ങളെ തിരിച്ചറിയാൻ ഇവയ്ക്ക് കഴിയുന്നു. 19ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ആഞ്ഞടിച്ച സുനാമി തിരമാലകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. എ ക്വസ്റ്റ്യൻ, സുനാമി എന്നാൽ എന്ത്? ബി ക്വസ്റ്റ്യൻ, സുനാമി തിരകൾ ഉണ്ടാകുന്നത് എങ്ങനെ? ആൻസർ നോക്കാം. കടലിലെയും മറ്റും ജലത്തിന് വൻതോതിൽ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീമാകാരമായ തിരകളെയാണ് സുനാമി എന്ന് വിളിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. സമുദ്രങ്ങളുടെ അടിത്തട്ടിലും തീരപ്രദേശങ്ങളിലും ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ചിലപ്പോൾ സുനാമി തിരകൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2 മാർക്കിൻ്റെ. 288 ഹെർട്സിൻ്റെ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ചപ്പോൾ അത് 288 ഹെർട്സ് സ്വാഭാവിക ആവൃത്തിയിൽ കമ്പനം ചെയ്തു. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്നാലെന്ത്? ബി ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ ആശ്രയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ നോക്കാം. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി. ഇനി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വസ്തുവിൻ്റെ നീളം, വലുപ്പം, ഇലാസ്തികത, പദാർത്ഥത്തിൻ്റെ സ്വഭാവം. ഇതോടുകൂടി ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.